റോഷിമാൽ പക്ഷേ സംസ്ഥാനത്ത് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പൊതുഭരണ വകുപ്പ് കഴിഞ്ഞ 4-ാം തീയതി പുറത്തിറക്കിയ മാർഗനിർദ്ദേശം നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ഈ വന്ദേമാതരത്തെക്കുറിച്ച് പരാമർശമേ ഇല്ല. പക്ഷെ ആ 4-ാം തീയതി കഴിഞ്ഞ് 6-ാം തീയതി CS പുറത്തിറക്കിയ ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ കുറിപ്പിലാണ് കേന്ദ്ര റെഗുലേഷൻസ് മുഴുവനായും പാലിക്കണം എന്നത് സംബന്ധിച്ച് ഒരു നിർദ്ദേശമുള്ളത്. ഇതിൽ ഏത് നടപ്പിലാക്കപ്പെടും എന്നതാണ് അറിയേണ്ടത്. 4-ാം തീയതി പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവ് വരുന്നു. 2 ദിവസത്തിന് ശേഷം CS-ന്റെ നിർദ്ദേശം വരുന്നു. ഇതിൽ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട്. കേന്ദ്ര നിർദ്ദേശം മുഴുവനായി പാലിക്കണം എന്നത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇതിൽ ഏത് നിലപാട് സർക്കാർ നടപ്പിലാക്കും എന്നതാണ് അറിയേണ്ടത്. മാധു, വന്ദേമാതരം സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി തദ്ദേശ സെക്രട്ടറിക്ക് നൽകിയ കത്ത് വിവാദമായതിന് പിന്നാലെ കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗ് അടക്കമുള്ള UDF-ലെ ഘടകകക്ഷികളിൽ നിന്നും മുഖ്യമന്ത്രിക്ക് കടുത്ത സമ്മർദ്ദമാണ്. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കരുത് എന്ന നിലപാട് തന്നെയാണ് UDF-ലെ എല്ലാ ഘടകകക്ഷികൾക്കും ഉള്ളത്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ എടുത്ത നിലപാട് കൂടിയാണ്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിന്റെ കൃത്യമായ തെളിവ് കൂടിയാണ് KC വേണുഗോപാൽ അതിൽ പരസ്യമായി സ്വീകരിച്ച നിലപാട്. അതുകൊണ്ട് തന്നെ സമ്മർദ്ദം ശക്തമാകുന്നു. പക്ഷേ എങ്ങനെയാകും ഇതിനെ മറികടന്ന് ഒരു ഉത്തരവോ നിർദ്ദേശമോ സർക്കാർ നൽകാൻ കഴിയുക എന്നതാണ്. കാരണം ഈ വന്ദേമാതരം ആലപിക്കാൻ വേണ്ടി അത് ദേശഭക്തി ഗാനമാക്കി അത് നിയമമായി മാറിക്കഴിഞ്ഞു. ഇനി വന്ദേമാതരം പാടാൻ പാടില്ല എന്ന് ഉത്തരവിറക്കാൻ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥനോ കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ അത് കുറ്റമായി മാറും. അത് ശിക്ഷ ലഭിക്കുന്ന കുറ്റമായി മാറുകയും ചെയ്യും. അവിടെയാണ് തടസ്സം. ഇനി വാക്കാൽ നിർദ്ദേശം നൽകിയാൽ അത് ഉദ്യോഗസ്ഥന്മാർ പാലിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ആശങ്ക. കാരണം ഒരു ഭാഗത്ത് ചീഫ് സെക്രട്ടറി ഒരു സുപ്രധാനമായ കത്ത് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് നൽകി കഴിഞ്ഞു. ആ കത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം വന്ദേമാതരം പരിപാടികളിൽ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ ആലപിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി ആ കത്ത് നിലനിൽക്കുമ്പോൾ തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നോഡൽ ഓഫീസർമാരായ ഉദ്യോഗസ്ഥന്മാർക്ക് വാക്ക് പാലിക്കാതെ കത്തിലെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും പരാതി നൽകിയാൽ സ്വാഭാവികമായും നിയമ നടപടി നേരിടേണ്ടി വരുമെന്നതാണ് ആശങ്ക. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു അവ്യക്തതയും ആശയക്കുഴപ്പവും നിലനിൽക്കുന്നത്. ഇന്നലെ ആരോഗ്യമന്ത്രി K മുരളീധരൻ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കില്ലെന്ന് പരസ്യമായി പറഞ്ഞതുപോലും പരാതി നൽകിയാൽ അത് നിയമക്കുരുക്കായി മാറുമെന്ന ആശങ്ക ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഒപ്പം സർക്കാരിനുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടികളിൽ വന്ദേമാതരം ഭാഗികമായി ആലപിച്ചാൽ ഉണ്ടാകുന്ന ഒരു തിരിച്ചടി അല്ലെങ്കിൽ അതുണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ തീരുമാനത്തിലേക്ക് എത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ അത് വാക്കാൽ നിർദ്ദേശം നൽകേണ്ടി വരും ഓരോ വകുപ്പുകൾക്കും. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കേണ്ടതില്ലെന്ന് അത് കഴിഞ്ഞാൽ പിന്നീട് ഏതെങ്കിലും വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന പോലീസിലോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് നൽകുമോ എന്നാണ് എത്തിയാൽ പോലും അത് എങ്ങനെ നടപ്പിലാക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏറ്റവും അടുത്ത ദിവസമാണ് പ്രധാനമന്ത്രി അതിൽ ഇന്ത്യൻ പ്രസിഡന്റ് തന്നെ ഇതിൽ ഒപ്പുവെച്ചത്. വന്ദേമാതരം അത് ദേശഭക്തി ഗാനങ്ങളിൽ ഉൾപ്പെടുത്തിയത് നിർബന്ധമായും ആലപിക്കേണ്ടത് സംബന്ധിച്ച പാർലമെന്റ് പാസ്സാക്കിയത് അത് നിയമമായി മാറിക്കഴിഞ്ഞു. അവിടെയാണ് വെല്ലുവിളി. ഏതായാലും തമിഴ്നാട് പോലെയുള്ള ഒരു നിലപാട് സംസ്ഥാനം സ്വീകരിക്കുമോ? നിയമസഭ അതിനുവേണ്ടി പ്രത്യേകം വിളിച്ചു ചേർക്കാനുള്ള സമയപരിമിതിയുമുണ്ട്. അവിടെ ഗവർണറാണെങ്കിൽ നേരത്തെ അന്ന് നിയമസഭയിൽ ഭാഗികമായി വന്ദേമാതരം ആലപിച്ചതിൽ അതൃപ്തി പരസ്യമാക്കിയതാണ്. ഇനി അതൃപ്തിയായിരിക്കില്ല, അത് നടപടിയിലേക്ക് പോകാൻ ഗവർണർക്ക് അവസരമുണ്ട്. കാരണം വന്ദേമാതരത്തിന് ഒരു നിയമ സംരക്ഷണം നിലവിലുണ്ട്. അവിടെയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. റോഷിമാലാണ് വിവരങ്ങൾ നൽകുന്നത്. കോൺഗ്രസിന്റെ ആശയക്കുഴപ്പമുണ്ട്. അതേ ദിവസം തന്നെ കഴിഞ്ഞ ദിവസം മന്ത്രി K മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ 2 സ്റ്റാൻസയ്ക്ക് അപ്പുറത്തേക്കുള്ള ആലാപനം ഉണ്ടാകില്ല എന്നുള്ളത്. അതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിനപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചാലും വായിക്കില്ല എന്നുള്ളൊരു തീരുമാനം പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ സ്വീകരിക്കുന്ന നിലപാടാണത്. സംസ്ഥാനത്ത് എങ്ങനെയായിരിക്കും നടപ്പിലാക്കുക എന്നതാണ് ആകാംക്ഷ. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടുമില്ല.